പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൻ്റെ LA050 എന്ന പ്രിൻ്ററിൻ്റെ പിക്കപ്പ് റോളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് നമ്മൾ പ്രിൻ്റർ ആദ്യം ഒന്ന് പവർ ഓഫ് ചെയ്യണം. സ്വിച്ച് നിൽക്കിയാണ്ട് പ്രിൻ്റർ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാതെ ഒരിക്കലും ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിൻ്റർ ഓഫ് ആയിട്ടുണ്ട്. നേരെ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഫ്രണ്ടിൽ കാണുന്ന ഈ ഡോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ റോളർ കാണാൻ സാധിക്കും. ജസ്റ്റ് റോളർ കാണിച്ചാൽ കണ്ടില്ല, ഇതാണ് റോളർ വരുന്നത്. ജസ്റ്റ് ആ റോളറിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് അതിന് ടച്ച് ചെയ്തിട്ട് തന്നെ ഒരു ബ്ലൂ കളർ പീസ് കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ തള്ളവിരൽ കൊണ്ട്, ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് നമ്മൾ രണ്ട് ഫിംഗർ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഇത് മാറ്റാം. ജസ്റ്റ് ആ ബ്ലൂ കളർ പ്രസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് മുന്നോട്ട് ജസ്റ്റ് ആ റോളർ ഒന്ന് നീക്കണം. എന്നിട്ട് മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ റോളർ നമ്മളെ കൂടെ കയ്യിൽ കൂടെ തന്നെ പോരുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇനി പുതിയ റോളർ നിങ്ങൾക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതും വളരെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ജസ്റ്റ് ആ ബ്ലൂ പീസ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇടന്ന് നമ്മൾ നേരത്തെ റോൾ എടുത്ത ആ ഒരു ഭാഗത്ത് ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അത് എന്നിട്ട് കൈ എടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആവുന്നതാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ ജസ്റ്റ് ആ ബ്ലൂ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് റോളർ മുന്നോട്ട് നീക്കുക. എന്നിട്ട് മേലോട്ട് ഉയർത്തിയാൽ അത് റോളർ പോരുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനും ജസ്റ്റ് അതിലേക്ക് അതേപോലെ പ്രസ് ചെയ്താണ് കൈ എടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു പ്രോസസ്സിംഗ് പാട് ചെയ്യാനുണ്ട്. ശേഷം നമ്മൾ പ്രിൻ്റർ ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ സിസ്റ്റം വഴിയാണ് ചെയ്യാനുള്ളത്. സിസ്റ്റത്തിൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യണം. പ്രിൻ്റർ ആദ്യം പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കണം. അതിനുശേഷം നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അവിടെ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എടുക്കുക. നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ആ പേര് കാണിക്കുന്ന അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ്ട് പ്രിൻ്ററിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻറ്റിംഗ് പ്രിഫറൻസസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ ലാസ്റ്റ് ഓപ്ഷൻ മെയിൻ്റനൻസ് ഓപ്പൺ ചെയ്യുന്ന റൈസിൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റർ ആൻഡ് ഓപ്ഷൻ ഇൻഫോർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ കണ്ടില്ല, ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഈ കൗണ്ട് വാല്യൂ റീസെറ്റ് ചെയ്തിരിക്കണം. ഇതൊരു പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് 0 കാണിക്കുന്നത്. ഇത് റീസെറ്റ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെറ്റ് കഴിഞ്ഞ ശേഷം ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.